ഇക്കാലയളവിൽ 1 വർഷം കൊണ്ട് ഈ മാതൃകാ വീടിന്റെ നിർമ്മാണം മാത്രമേ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ അപ്പോഴും വലിയ രീതിയിലുള്ള സാങ്കേതികത്വം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വർഷം ഏപ്രിൽ 17-ാം തീയതി മാത്രമാണ് ഈ ഭൂമി പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാൻ സാധിച്ചത്. കോടതി വ്യവഹാരങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം 43 കോടിയോളം രൂപ ഇതിനായി കെട്ടിവെക്കേണ്ടി വന്നു. അങ്ങനെ ഈ സാങ്കേതികത്വം എല്ലാത്തിനും ശേഷം ഏകദേശം കഴിഞ്ഞ 3 മാസമായി ഇപ്പോൾ അവിടുത്തെ പണി നടക്കുന്നു. അതിൽ മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തിയായി. അതോടൊപ്പം തന്നെ മറ്റ് 50-ലധികം വീടുകളുടെ തറയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതോടൊപ്പം തന്നെ പില്ലറുകളുടെ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായി നടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ 3 മാസക്കാലം, അതായത് 100 ദിവസത്തിലധികമായിട്ടാണ് അവിടെ ഇപ്പോൾ ഈ പണി നടക്കുന്നത്. അതായത് ഈ മാതൃകാ വീടിന്റെ അടക്കമുള്ള പണി നടക്കുന്നത്. അവിടെ അതിൽ 70 ദിവസത്തോളം കാര്യമായി തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൽപ്പറ്റയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത്രത്തോളം പണികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ബാക്കി ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ മാത്രമാണ് കൃത്യമായും കൂടുതൽ ആളുകളെ, ജോലിക്കാരെ നിർത്തിക്കൊണ്ട് ഈ പണി പൂർത്തിയാക്കാൻ സാധിച്ചത്. അപ്പോൾ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചു.